മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശമേറ്റ പുരാതന തീർത്ഥാടന കേന്ദ്രമായ തട്ടുപാറ പള്ളിയിൽ 40-ാം വെള്ളിയാചരണത്തിനും പുതുനായർ തിരുനാളിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മാർച്ച് 27-ന് വൈകിട്ട് മന്നപ്ര ഫെറോനയുടെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടനവും സമൂഹബലിയും നടക്കും. ഏപ്രിൽ 11-12 തീയതികളിലാണ് പുതുനായർ തിരുനാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ 1925-ൽ സ്ഥാപിതമായ തട്ടുപാറ പള്ളിയിൽ 40 വെള്ളിയാചരണവും പുതുനായർ തിരുനാളും ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ബാബു കളത്തിൽ, കൺവീനർ ഡേവിസ് മരോട്ടിക്കൽ, കൈക്കാരന്മാരായ ജോസ് തോട്ടക്കര, സെബി ചക്രംപിള്ളി, വൈസ് ചെയർമാൻ ജോളി മാടൻ, പബ്ലിസിറ്റി കൺവീനർ ബൈജു ചിറ്റിനപ്പിള്ളി, ഡേവിസ് ചിറയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തെ പ്രാർത്ഥനയൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് നോമ്പുകാലത്ത് ക്രൈസ്തവർ 40-ാം വെള്ളി ആചരിക്കുന്നത്. ആ 40-ാം വെള്ളിക്ക് ഈ വർഷം 27-ാം തീയതി, മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം മഞ്ഞപ്ര പ്രദേശത്തുള്ള വിവിധ പള്ളികളിൽ നിന്ന് മഞ്ഞപ്ര ഫെറോന വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ വർഗീസ് പൊട്ടക്കലിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടവകളിൽ നിന്നുള്ള വൈദികരും സന്യസ്തരും അൽമാരും എല്ലാം ചേർന്ന് തട്ടുപാറ തീർത്ഥാടനം നടത്തുകയാണ് ഈ 40-ാം വെള്ളി. തട്ടുപാറയിലേക്ക് 6 മണിക്ക് ഒരുങ്ങാടത്തുപാറ സെന്റ് ആന്റണീസ് കപ്പേലയിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം തട്ടുപാറയിലെത്തി തട്ടുപാറയിലെ പള്ളിയുടെ മുറ്റത്ത് ആഘോഷമായ ദിവ്യബലി നടത്തിയതിനു ശേഷം എല്ലാവർക്കും നേർച്ചക്കരി നടക്കുന്നുണ്ട്. ആ കുരിശുമലയിലേക്കാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹ മലയാറ്റൂർ വഴി പാണ്ഡ്യ രാജ്യത്തേക്ക് പോകാൻ ഉപയോഗിച്ച പഴയ ഒട്ടകപ്പാതയിൽ നിർമ്മിക്കപ്പെട്ട മേരിഗിരി തട്ടുപാറ പള്ളിയിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. വികാരി ഫാദർ ബാബു കളത്തിലിന്റെ നേതൃത്വത്തിൽ വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നൂറുകണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി ചൊല്ലി മല കയറിയതോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കമായത്. തോമാസ് ശ്ലീഹ മലയാറ്റൂർ വഴി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായ പാണ്ഡ്യ രാജ്യത്തേക്ക് പോയത് തട്ടുപാറയിലൂടെയുള്ള പഴയ ഒട്ടകപ്പാതയിലൂടെയാണെന്ന് ചരിത്രഗ്രന്ഥമായ ട്രാവൻകൂർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രഗ്രന്ഥം പറയുന്നതനുസരിച്ച് മലയാറ്റൂർ പള്ളിയോളം പാരമ്പര്യവും പൗരാണികതയും തട്ടുപാറ പള്ളിക്കുമുണ്ട്. മാർച്ച് 27 വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് മന്നപ്ര ഫെറോന തലത്തിലുള്ള 40-ാം വെള്ളിയാചരണം നടക്കും. മന്നപ്ര ഫെറോനയിലുള്ള എല്ലാ വൈദികരും സന്യസ്തരും ദൈവജനവും തീർത്ഥാടനത്തിൽ പങ്കെടുക്കും. ഫെറോന വികാരി ഫാദർ വർഗീസ് പൊട്ടക്കലച്ചന്റെ നേതൃത്വത്തിൽ മുരിങ്ങേടത്തുപാറ കപ്പേളയിൽ നിന്ന് വൈദികരും സന്യസ്തരും ഇടവകാംഗങ്ങളും ചേർന്ന് തട്ടുപാറ കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം നടത്തും. തുടർന്ന് ആഘോഷമായ സമൂഹബലിയും അർപ്പിക്കും. ഏപ്രിൽ 11-12 തീയതികളിൽ പുതുനായർ തിരുനാൾ ആഘോഷിക്കും. വൈകിട്ട് 6-ന് ദിവ്യബലി, പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടാകുമെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 3-ാം തീയതി പരിഹാര പ്രദർശനം, പീഡാനുഭവ ചരിത്രം, അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്നു. പുതുനായർ തിരുനാൾ വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ നടത്തുന്നത്. 2026 ഏപ്രിൽ 10, 11, 12 തീയതികളിലാണ് നമ്മൾ നടത്തുന്നത്. അന്ന് കൊടിയേറ്റ് നമ്മുടെ ഗവൺമെന്റ് വികാരി ബാബച്ചനാണ് നടത്തുന്നത്. ദിവ്യബലി, തുടർന്ന് വചന സന്ദേശം, നേർച്ച, സദ്യ, എല്ലാ പരിപാടികളായിട്ടാണ് നമ്മൾ അന്ന് പുതുനായർ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിമനോഹരമായ ഭംഗിയും വിശ്വാസികൾ ധാരാളം കയറിയിറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ആയിരങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,